2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രഖ്യാപിച്ചപ്പോൾ ആരാധകരുടെ സന്തോഷം അതുതന്നെയാണ്. 2026 ഫെബ്രുവരി 7-ന് ആരംഭിക്കുന്ന T20 ലോകകപ്പിൽ സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഓപ്പണറാകും. ശുഭ്മാൻ ഗില്ലിന് ടീമിൽ സ്ഥാനമില്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി മാറി. ഏതായാലും ഇന്ത്യയുടെ സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിലെ T20 ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് കിരീടം നിലനിർത്താൻ സാധിക്കുന്ന ഒരു സ്ക്വാഡ് തന്നെയാണ് BCCI പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് പറയാൻ സാധിക്കും. നിലവിൽ ഫോമിലില്ലെങ്കിലും ഏത് സമയവും തിരിച്ചു വരാൻ സാധിക്കുന്ന സൂര്യകുമാർ യാദവ് നയിക്കുന്ന T20 ടീമിൽ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലാണ്. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു ഓപ്പൺ ചെയ്യുന്ന ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സൂര്യയും തിലക് വർമ്മയും റിങ്കു സിംഗുമാണുള്ളത്. സമീപകാലത്ത് മോശം ഫോമിലുണ്ടായിരുന്ന ശുഭ്മാൻ ഗില്ലിന് സ്ക്വാഡിൽ ഇടം നൽകിയില്ല. അതേസമയം രണ്ടാം വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഇഷാൻ കിഷാൻ ടീമിൽ ഇടം നേടി. ഓൾറൗണ്ടർമാരുടെ പട്ടികയിലേക്ക് വന്നാൽ ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഉജ്ജ്വല ഫോമിലുള്ള ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. കൂടാതെ ശിവൻ ദുബെയും അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ ഇടം കണ്ടെത്തി. പേസ് ബൗളിംഗിലേക്ക് വന്നാൽ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം അർഷദീപ് സിംഗും ഹർഷിത് റാണയും ടീമിൽ ഇടം കണ്ടെത്തിയപ്പോൾ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും തന്നെയാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യ ഒരു ലോകകപ്പിന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. 2026 ഫെബ്രുവരി 15-നാണ് T20 ലോകകപ്പിലെ ഇന്ത്യ പാക് പോരാട്ടം നടക്കുന്നത്. ഇന്ത്യയും ശ്രീലങ്കയും ആതിഥേയത്വം വഹിക്കുന്ന ഈ ലോകകപ്പിൽ 20 രാജ്യങ്ങളാണ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഈ സ്ക്വാഡുമായിട്ട് ഇന്ത്യക്ക് ലോക കിരീടം നിലനിർത്താൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക.